സുവിശേഷത്തെ കുറിച്ച് എനിക്ക് എന്തില്ല? ലജ്ജയില്ല. കാരണം എന്നെ രക്ഷിച്ച സുവിശേഷമാണ്, എന്നെ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച സുവിശേഷമാണ്, തേജസ്സുള്ള ഒരു ശരീരം പ്രാപിക്കാൻ എന്നെ അനുവദിച്ച സുവിശേഷമാണിത്. ഹല്ലേലൂയ. അതെന്താന്നാ പറഞ്ഞേ? അത് ദൈവശക്തിയാണ്. 17-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായി. നീതിയാണ്, അത് ദൈവത്തിന്റെ നീതിയാണ്. സ്തോത്രം. കാരണം എന്താണെന്നറിയാമോ? 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം. 18-ാം വാക്യത്തിൽ ദൈവ കോപം വെളിപ്പെടുകയാ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, യെശയ്യാ പ്രവചനത്തിലെ ഒരു വാക്യമെടുത്ത് കോട്ട് ചെയ്തുകൊണ്ടാണ് യേശു ക്രിസ്തു സ്തോത്രം തൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത്. ദേവാലയത്തിൽ സ്തോത്രം ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ എന്ന് പറഞ്ഞ് സ്തോത്രം ആ പ്രവചനത്തിന്റെ നിവർത്തീകരണം വന്നു എന്ന് പറഞ്ഞ് യേശു അത് പറയുമ്പോൾ കോപ ദിവസത്തെക്കുറിച്ച് പറഞ്ഞില്ല, പ്രസാദ വർഷത്തെക്കുറിച്ച് പറഞ്ഞുള്ളൂ. ഇത് പ്രസാദ വർഷമാണ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, കോപത്തിന് ഒറ്റ ദിവസം മതി. ദൈവം കോപിച്ചാൽ സകലം കത്തിത്തീരും. ഇത് തീരാനുള്ളതാ. പക്ഷെ കോപ ദിവസം വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ആ കോപ ദിവസത്തിൽ നശിച്ചു പോകാതെ ജനം എന്ത് ചെയ്യണം? കർത്താവ് നമുക്കൊരുക്കി തന്ന രക്ഷണ്യ പ്രവൃത്തി തിരിച്ചറിഞ്ഞ് രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലായി മാറണം. അതിനുള്ള ഒരു ഉത്തരവാദിത്വം എൻ്റെ മേലുണ്ടെന്ന് ഇന്ന് തിരിച്ചറിയുന്നവർ ഒരിക്കൽ കൂടെ കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ.